ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് കിടക്കുക, കാലൊടിഞ്ഞ് അനങ്ങാനോ ഒന്ന് ഉരുളാൻ പോലും പോയി, വെള്ളത്തിന് വേണ്ടി കരയും. വഴി കളഞ്ഞിട്ട് പോയതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. അവർ ആക്സിഡൻ്റ് ഉണ്ടായി അവിടുന്ന് എടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തായിരിക്കും. ഫോൺ അടുത്ത ഒരു ചേച്ചിയാണ് എടുത്തിട്ട് പറഞ്ഞു ഇതിനുപോലെ ആളൊക്കെ അപകടം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം എവിടെ എന്തുവാണെന്നറിയത്തില്ല. അപ്പം രാത്രിയല്ലേ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമാണ്. പിന്നെ അവിടെയുള്ള ആ ലോക്കൽ ആൾക്കാരോട് വിളിച്ചപ്പോൾ വണ്ടി ഇടിച്ചു, പക്ഷേ എന്തുവാണെന്നോ കാറാണ് ഇടിച്ചതെന്ന്, പക്ഷേ എന്തുവാണെന്നോ ഒന്നും അറിയുന്നില്ല. എന്നെ ഇതുപോലെ കളഞ്ഞിട്ട് പോയടാ, അവർ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്, എവിടെ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഇൻ്റർലോക്ക് ഭാഗിയേക്കുന്ന ഒരു റോഡുണ്ട്, അവിടെ കാട്ടിൽ അവിടെ സംഭവം ഉപേക്ഷിച്ചിട്ടേക്കുക. ഈ വണ്ടിക്കാർ കാണിച്ച ഒരു നെറികേടാണ് കാണിച്ചത്. മനസാക്ഷിയില്ലാത്ത രീതിയിലാണ് ഒരു തലയുടെ പുറവശത്തോട്ട് മുറിവ്, കണ്ണിൻ്റെ ഇവിടെ ആയിട്ട്, പിന്നെ ഈ ഒരു കാലം ഒടിഞ്ഞു പോയി, പിന്നെ പുറകിലൊന്നും തൊലിയൊന്നുമില്ല. നമസ്കാരം. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ഇടിച്ച വാഹനത്തിൽ തന്നെ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വഴിയരികിൽ ഉപേക്ഷിച്ച് കാർ ഉടമ കടന്നു കളഞ്ഞു. കഴിഞ്ഞ 24-ന് രാത്രി 11:30-യോടെ പൊൻകുന്നം പാലാ പാതയിൽ പൈകയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. എരുമേലി കനകപ്പലം സ്വദേശിയായ അനോജ് എന്ന 42 വയസ്സുകാരനെയാണ് കാർ ഇടിച്ച് പരിക്കേറ്റത്. തലയ്ക്കും കാലിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഈ അപകടം നടന്നതിന് 1.5 കിലോമീറ്റർ ദൂരം മാറി ഒരു ഹോസ്പിറ്റലിന് സമീപം കാട്ടിലാണ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഇദ്ദേഹം എരുമേലിയിൽ നിന്നും ലോഡുമായി പോകുന്ന ലോറിയിൽ സഹായിയായി പോയ ആളാണ് അനോജ്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായ ജിതിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി അനോജിനെ തിരക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടതായും ഉടൻ തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഈ കാറിനുള്ളിൽ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. അപകടം നടന്നതായും ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തി അന്വേഷിച്ചപ്പോൾ ആശുപത്രിയിൽ ഈ പരിക്കേറ്റ ആളെ കൊണ്ടുവന്നില്ല എന്ന് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഏകദേശം 2 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ാണ് ജിതിനും സുഹൃത്തും ഈ വഴിയരികിൽ കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ അനോജിനെ കാണുന്നത്. ഇപ്പോൾ ഈ അപകടത്തിനിടയാക്കിയ വാഹനം പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇതുവരെയും ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിക്കേറ്റ് പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനോജ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇയാളുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കാലിന് ഒടിവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ ഡ്രൈവറായ ജിതിനോട് നമുക്ക് വിശദമായ കാര്യങ്ങൾ ചോദിക്കാം. ജിതിന് എന്താണ് അന്ന് സംഭവിച്ചത്? ഞങ്ങൾ ഇവിടുന്ന് ലോഡുമായിട്ട് എരുമേലിൽ നിന്ന് ലോഡ് കയറ്റി പെരുമ്പാവൂർ പോകുമായിരുന്നു. അപ്പം പെരുമ്പാവൂർ പോകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുന്ന പൈക, കൂരാലി, പാല ആ ഭാഗങ്ങളിലൊക്കെയാണ് നിർത്തുന്നത്. അന്ന് ഞങ്ങൾ ശകലം താമസിച്ച് പോകുന്ന കാരണം ഞങ്ങൾ നേരെ അവിടെ കൊണ്ട് പാലായിൽ പൈകയെല്ലാം നിർത്തി. പൈകയെ നിർത്തിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്ന കടയുണ്ട്. അവിടെ കയറി പുള്ളി നേരെ ഞാൻ ഇവിടുന്ന് ലോഡും കൊണ്ട് വന്ന് പുള്ളി എരുമേലിൽ നിന്നാണ് കയറി. അപ്പം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്ന കാരണം അവിടെ നിന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ കടയിൽ കയറി നിന്ന് കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും, പുള്ളി ഒരു ഓംപ്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി അവിടെ വന്നിട്ട് ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ അവിടെ ഇന്ന് 24-ാം തീയതി വന്ന് കടയിൽ ഒരു 11 മണി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 11 മണിയായപ്പോൾ ചെന്നപ്പോഴാണ് ഇത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കടയിൽ തിരക്കുണ്ടായിരുന്നു. പുള്ളി അങ്ങ് നേരത്തെ ഇറങ്ങിപ്പോന്നു. അപ്പം നമ്മളെന്നും ഇറങ്ങിപ്പോരുന്ന പോലെ അങ്ങ് പോന്നു. സംഭവം അത് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്നിട്ട് നമ്മളെന്നും വരുന്ന പോലെ അപ്പോൾ അടുത്ത് കാണും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നോക്കാനും ഒന്നും പോയില്ല, കൂട്ടത്തിലുള്ള ആളല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം ആളെ കാണാനില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു അച്ഛൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതാണോ ഓർത്ത് നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രണ്ടുപേരും കാവിക്കയിൽ, പുള്ളിയും കാവിക്കയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും കാണാൻ വന്നപ്പോൾ ആ അച്ഛൻ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് നടന്നേ ഉള്ളൂ. ഞാൻ അവിടെ നമ്മുടെ വണ്ടിയെ വല്ലതും തട്ടിയതാണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അപ്പോൾ അതൊന്നും അല്ല. അതല്ലെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല ഫോൺ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അപ്പോൾ ടെൻഷനായി കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ അടുത്ത ഒരു ചേച്ചിയാണ് എടുത്തിട്ട് പറഞ്ഞു ഇതിനുപോലെ ആളൊക്കെ അപകടം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപകടം പറ്റിയപ്പോൾ പിന്നെ എന്ത് വണ്ടി ഇടിച്ചെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പെട്ടെന്ന് അവർ ഫോൺ കട്ടാക്കി. തിരിച്ച് പിന്നെയും പെട്ടെന്ന് കൂടപ്പുറപ്പായതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേന് സംഭവം എടുക്കുന്നില്ല. അത് സ്ത്രീയാണ് എടുത്തത്, അല്ല വേറെ ആരും എടുത്തിട്ടൊന്നുമില്ല. ഒരു പെണ്ണെ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ, വേറെ ആരും സംസാരിച്ചിട്ടുമില്ല. അപ്പം എവിടെ എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പം രാത്രിയല്ലേ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമാണ്, സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുള്ളത്.
അപ്പോൾ നമ്മൾ പിന്നെ അവിടെയുള്ള ആ ലോക്കൽ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ വണ്ടി ഇടിച്ചു, പക്ഷേ എന്തുവാണെന്നോ കാറാണ് ഇടിച്ചതെന്ന്, പക്ഷേ എന്തുവാണെന്നോ ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് നമ്മൾ ഏത് വണ്ടിയാണെന്നോ എന്തുവാണെന്നോ നമ്പർ അറിയാമെന്നോ ഒന്നും തിരക്കുന്നില്ല, ആളെ നമ്മൾ നോക്കുക എന്നുള്ളത്. ഏതാശം പിന്നെയും വിളിച്ച് കഴിഞ്ഞപ്പോൾ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു 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 10-20 മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ തന്നെ ഫോൺ വിളിച്ച് എന്നിട്ട് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് വന്നു, ലോറിക്കാരൻ വന്നു, നമ്മുടെ ഇവിടുത്തെ എരുമേലിയിൽ തന്നെ നാസർ എന്നാണ് പുള്ളി വന്നു. അപ്പം പുള്ളിയും വിളിച്ചു കഴിഞ്ഞപ്പോൾ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചിട്ട് എടുത്തു ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതുപോലെ എന്നെ ഇതുപോലെ കളഞ്ഞിട്ട് പോയടാ, അവർ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്, എവിടെ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ ആക്സിഡൻറ്റ് അതുപോലെ പറ്റി കിടക്കും. അപ്പോൾ അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല, കാലൊടിഞ്ഞതോ എന്തോ പറ്റിയെന്നോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇതുപോലെ വയ്യ കിടക്കുമോ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അറിയത്തുമില്ല. അപ്പം ഞങ്ങൾ ഫോൺ വിളിച്ച് പിന്നെയും ചോദിച്ചു, സ്ഥലങ്ങൾ പറയാമോ, റോഡ് സൈഡാണ്, വണ്ടി കാണാം. അപ്പം പള്ളിയിൽ പെരുന്നാളിന് വെടിക്കെട്ടിൻ്റെ ഇതൊക്കെ കാണാം, കുർബാന കേൾക്കാം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൈകപ്പള്ളിയുടെ ആ ഭാഗത്താണ് തപ്പുന്നത്, പൈകയിലല്ല അപകടം. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ എല്ലാം പോയി തിരക്കിയിട്ടും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തപ്പി കുറേ അതിലെല്ലാം തപ്പി പിന്നെ 1:30 കറക്റ്റ് 1:30 കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ നാസറെന്ന് പറഞ്ഞ പുള്ളി മുമ്പോട്ട് വണ്ടിയായിട്ട് പോയി. പുള്ളി പോയി ചെന്ന് പൂവരണി പള്ളി കഴിഞ്ഞ് ജിയോ പമ്പ്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയുടെയും പമ്പിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർലോക്ക് ഭാഗിയേക്കുന്ന ഒരു റോഡുണ്ട്. അവിടെ കാട്ടിൽ അവിടെ സംഭവം ഉപേക്ഷിച്ചിട്ടേക്കുക. പുള്ളിയാണ് കാണുന്നത്, ഞാനല്ല കണ്ടേ. അപ്പം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞാൽ കണ്ടു കിട്ടി വരാൻ പറഞ്ഞു. ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് കിടക്കുക, കാലൊടിഞ്ഞ് അനങ്ങാനോ ഒന്ന് ഉരുളാൻ പോലും പോയി. വെള്ളത്തിന് വേണ്ടി കരയും. ഞാൻ ഓടിച്ചൊന്ന് വെള്ളമെല്ലാം കൊടുത്തു, വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വന്ന് വെള്ളം കൊടുത്തു. അപ്പോഴേ ഞാൻ 108 ആംബുലൻസ് വിളിച്ചു. വേറെ നമ്മുടെ നമ്പറുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 108 ആംബുലൻസ് വിളിച്ചു. അവരൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വരികയും ചെയ്തു. വന്നു, വൈകാലുണ്ടായിരുന്നു വണ്ടി. അവിടുന്ന് വന്ന് നേരെ പാല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. ഹോസ്പിറ്റലിലാക്കി പിന്നെ അവിടെ എക്സ്റേ ഒക്കെ എടുത്തു. ഡോക്ടർ എല്ലാ കാര്യങ്ങളെല്ലാം അവർ അപ്പോഴേ ചെയ്ത് കുത്തിക്കെട്ടി. തലയുടെ പുറവശത്തോട്ട് മുറിവ്, കണ്ണിൻ്റെ ഇവിടെ ആയിട്ട്, പിന്നെ ഈ ഒരു കാലം ഒടിഞ്ഞു പോയി. പിന്നെ പുറകിലൊന്നും തൊലിയൊന്നും ഇല്ല. നല്ല പെരുക ഓലാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് വഴി കളഞ്ഞിട്ട് പോയതാണ്. ഭയങ്കര സങ്കടമായി പോയി. അവർ ആക്സിഡൻ്റ് ഉണ്ടായി അവിടുന്ന് എടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തായിരിക്കും. എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് കളഞ്ഞിട്ട് അവർ കളഞ്ഞു. അയ്യോ ഭയങ്കരമായി പോയിട്ട് നമുക്ക് പറഞ്ഞ ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പം പോലും അത് മറക്കാൻ ശ്രമിക്കുക സത്യത്തിൽ. അതുപോലത്തെ അവസ്ഥയിലായിരുന്നു. വിവാഹം കഴിച്ച കല്യാണം കഴിച്ചതല്ല. കല്യാണം കഴിച്ചതല്ല. സഹോദരനുണ്ട്. പിന്നെ വീട്ടുകാരെല്ലാം വന്നിട്ടാണ്. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത പുള്ളിക്ക് സഹോദരനേ ഉള്ളൂ. പിന്നെ റിലേഷൻ ആൾക്കാരേ ഉള്ളൂ. വാഹനം കണ്ടിട്ടില്ല. ഇത് ഞാൻ സാറുമാർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പാലാ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. അപ്പോൾ അവർ എൻ്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അവർ ദിലീപ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ആ സാറ് അത് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനോജിൻ്റെ ജ്യേഷ്ഠൻ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടനെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. അന്ന് രാത്രി ചേട്ടന് അവിടെ ചെന്നിരുന്നു അല്ലേ? അവിടെ ചെന്നിരുന്നു. ആക്സിഡൻറ്റ് പറ്റി, കാലൊടിഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് നല്ല മുറിവുണ്ട്. ഈ വണ്ടിക്കാർ കാണിച്ച ഒരു നെറികേടാണ് കാണിച്ചത്. ഒരു മനസ്സാക്ഷിയില്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്. എത്രയും പെട്ടെന്ന് ആ വണ്ടി കണ്ടെത്തി നടപടികൾ അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വീട്ടുകാരെന്ന നിലയിൽ ആവശ്യപ്പെടുന്നു. പോലീസ് ഇപ്പം അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ അന്വേഷിച്ചവർ എത്രയും പെട്ടെന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കാണിച്ചൊരു സാഹചര്യത്തിൽ മനസാക്ഷിയില്ലാത്ത പോലെ കാണിച്ചു പോയത്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർ അവർ പോലും കാണിച്ചത് വലിയൊരു പോരാഴിയാണ്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി നടപടി സ്വീകരിക്കണം. ഈ അനോജ് അങ്ങനെ ജോലിക്കൊക്കെ പോയി ജീവിക്കുന്നതാണ്. പാവപ്പെട്ട അച്ഛനും അമ്മയും മരിച്ചുപോയി. എൻ്റെ അമ്മാവൻ്റെ മോനാണ്. രണ്ടുപേരും മരിച്ചുപോയി. പിന്നെ ഒരു അനിയച്ചാരുണ്ട്. പുള്ളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്. ബുദ്ധിമുട്ട് പ്രയാസമുള്ളൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം കല്യാണം കഴിച്ചിട്ടില്ല. ഇത് അപകടം പറ്റിയ ഇനിയൊരു മുമ്പോട്ടുള്ള ജീവിതത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകും. അത് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും. മനസാക്ഷി പോലും മരവിക്കുന്ന കൊടും ക്രൂരത തന്നെയാണ് ആ യുവാവിനോട് ആ കാർ യാത്രികർ ചെയ്തത്. ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് വഴിയരികിലെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലത്ത് രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ എത്തുമ്പോൾ ആ ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. വെള്ളം പോലും ആവശ്യപ്പെടുകയായിരുന്നു ആ സുഹൃത്തുക്കളോട്. ഉടൻ തന്നെ സുഹൃത്തുക്കൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഏതായാലും ഈ കാർ കണ്ടെത്തുന്നതിനുള്ള ഒരു ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോലീസ് ആ കാർ യാത്രികരെ അല്ലെങ്കിൽ ആ വാഹനം കണ്ടെത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.